ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് താരം അനീഷിൻ്റെ പുതിയ ഇൻ്റർവ്യൂ വന്നിരിക്കുകയാണ് മക്കളെ. എന്താ പറയുക, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ സാധനം ക്യാഷ് കൊടുത്താൽ കിട്ടില്ല. അത്രയും നല്ലൊരു മനുഷ്യൻ. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഫസ്റ്റ് സ്ഥാനം കിട്ടാതെ പോയി? ഇത്രയും നല്ല മനുഷ്യന് ക്വാളിറ്റി നിലനിർത്തി പോകുന്ന ഒരേ ഒരു മത്സരാർത്ഥി, അന്നും ഇന്നും ഇറങ്ങിയിട്ടും പുറത്തിറങ്ങിയിട്ടും തരം താഴാതെ നിലനിൽക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥിയാണ്. ഫെയിം കിട്ടിയാലും അന്ധമായി അതിൽ ആനന്ദിക്കാതെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും ഒരാളെ പോലും കരിവാരി തേക്കാതെ നിന്ന ബിഗ് ബോസ് ചരിത്രത്തിൽ 7 സീസണിലും ഒരേ ഒരു മത്സരാർത്ഥിയേ ഉള്ളൂ, അത് അനീഷ് തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിന് കേരളമേ, നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ പ്രൈസ് കൊടുത്തില്ല? എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല? PR ആണ് അതിന് കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഏതൊരു മനുഷ്യനും മൂക്ക് താഴത്തേക്ക് ഇട്ടിട്ടുള്ള ഏതൊരു മനുഷ്യനും ഇയാൾക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ. അനുമോൾ എന്താണ്, ഡിസേർവിങ് ആണ്. പക്ഷേ അനുമോളും ഈ അനീഷും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അനീഷാണ് ഏറ്റവും ഡിസേർവിങ് അല്ലേ? ഒരാളെ ചെളിവാരി തേച്ചിട്ടില്ല, മോശം പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ ഇറങ്ങിയിട്ടും അയാൾ ആ ക്വാളിറ്റി നിലനിർത്തി പോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലെ കുറച്ച് കാര്യങ്ങൾ അവിടുത്തെ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ഇദ്ദേഹത്തിന് ഒരു PR ഇല്ല എന്നത്. നമുക്ക് എന്താണെന്ന് ഓരോന്നോരോന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ കെൻമിയുടെ ഡിജിറ്റൽ അക്കാദമി എന്ന് പറഞ്ഞ അക്കാദമിയിലിരുന്ന് അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സാറുമാരും സ്റ്റുഡൻസും തമ്മിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്നതിനേക്കാൾ മുന്നേ ഇദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അത് വന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ അനുഭവപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. മൈജി നടത്തിയ കോൺടെസ്റ്റിൽ ധാരാളം പേരുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് സീസണിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ധാരാളം പേരുണ്ടായിരുന്നു. അതിൽ നിന്നിട്ട് ആണ് എനിക്ക് കിട്ടിയത്. അത് മാത്രമല്ല എനിക്ക് സന്തോഷം, അതിൽ നിന്ന് ആദ്യമായിട്ട് ആ വീട്ടിൽ കയറിയതും ഞാൻ തന്നെയാണ് എന്ന സന്തോഷം എനിക്കുണ്ടെന്ന്. അത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു മായാലോകം തന്നെയാണെന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങളുടെ പൾസ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. സന്തോഷം എനിക്ക് സ്വപ്നം ഞാൻ കണ്ടിരുന്നു, ഫെയിം കിട്ടുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമായപ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ക്വാളിറ്റി അയാൾ നിലനിർത്തി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, അനീഷേട്ടൻ ജോബ് നിന്നിട്ട് 5 ഇയർ ലീവ് എടുത്ത് പഠിച്ചു എന്നൊക്കെ പറയുന്നു, അതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നോ, അതിലൊന്നും ഒരു സത്യമില്ല. 2 വർഷമേ ആയിട്ടുള്ളൂ, 5 വർഷത്തിൽ ലീവ് എടുത്തു, പക്ഷെ 2 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ വന്നിട്ട്. അപ്പോഴേക്കും വേണം ബിഗ് ബോസിൽ നിന്ന് എനിക്ക് ക്ഷണം കിട്ടിയത് അങ്ങോട്ട് പോയത്. അപ്പോൾ എന്തെങ്കിലും സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം അവിടെ സ്ട്രാറ്റജി എടുക്കാൻ പറ്റുകയില്ല. കാരണം നമ്മളൊരു സ്ട്രാറ്റജി എടുത്തു, 25 പേരും അതിന് നിന്ന് തരണ്ടേ, അവർ നിന്ന് തന്നാലല്ലേ അത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ അവർ നിന്ന് തരാത്തടത്തോളം കാലം നമുക്ക് എന്താണ് ആ സ്ട്രാറ്റജി വർക്കൗട്ട് ആവില്ല. അപ്പോൾ എന്താണ് ഒഴുക്കിനനുസരിച്ച് നീന്തി പോവുക എന്ന് മാത്രമാണ്. പക്ഷെ ആരെയും എന്ത് ചെയ്തിട്ടില്ല, കരുവരുത്തേച്ചിട്ടില്ല, അവരുടെ ഫെയിമിനെ അടിച്ച് താഴ്ത്തിയിട്ടില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല. അങ്ങനെ നിന്ന് പോകുന്നൊരു മത്സരാർത്ഥി, ഫസ്റ്റ് കിട്ടാൻ അർഹൻ എന്ന് തന്നെ ഞാൻ പറയാം. ബിഗ് ബോസിന് ശേഷം എന്നെ ലോകം തന്നെ അറിയാൻ തുടങ്ങിയെന്ന് അനീഷ് പറയുന്നു. ആദ്യം എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ ബുക്ക് എഴുതി കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഫെയിം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലോകം, ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വിളിക്കുന്നു, ലോകത്ത് നിന്ന് പല ആൾക്കാരെ എന്നെ വിളിക്കുന്നു, കേരളത്തിലെ ഒരു 60% ആൾക്കാരും എന്നെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നു. എനിക്ക് ഇതിൽ കൊണ്ട് ഭയങ്കര സംതൃപ്തനാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് ആരെയും വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നല്ലോ, അത് പിന്നീട് 10-70 ദിവസമൊക്കെ ആയപ്പോൾ അനീഷേട്ട മാറ്റിയത് അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ബിഗ് ബോസിൽ ആരും നല്ല ആളായിട്ടല്ല അവിടെ ചെല്ലുന്നത്. ബിഗ് ബോസിൽ നിന്നിട്ട് നല്ലൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ട്. ഫുഡില്ല, അങ്ങനെ കുറേ ഡ്രസ്സില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ പ്യൂരിഫൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരും. അങ്ങനെ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ നടന്നപ്പോൾ ഞാൻ നല്ല മനുഷ്യനായി തീർന്നു. നല്ല ആളുകളായിട്ട് ഞാൻ അവിടെ ഇടപഴകി, കുറേ ആളുകൾ നല്ല ആളുകളായിരുന്നു, അങ്ങനെ ഇടപഴകി എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് നമ്മുടെ കണ്ണിങ് ആയിട്ടുള്ളൊരു പോയിന്റ് വരുന്നത് കേട്ടോ. സോഷ്യൽ മീഡിയ എന്തുകൊണ്ടാണ് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കാതെ പോയത്, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ മക്കളെ നിങ്ങൾക്ക്, ഇദ്ദേഹം ഒരിക്കൽ പോലും ഒരു 20 ലാഖിന് PR കൊടുത്തിട്ടില്ല എന്നുള്ളത്. PR കൊടുത്തെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കൂലേ, അവരെ സോഷ്യൽ മീഡിയ ഹൈപ്പിലാവൂലേ, അതൊക്കെ ചെയ്യാതെ അത് പൂട്ടി വെച്ചിട്ടാണ് അയാൾ അങ്ങോട്ട് പോയത്. എന്തുകൊണ്ടാണ്? PR കൊടുക്കാത്തതുകൊണ്ട്. ഉത്തമ ഉദാഹരണം, തെളിവ് സഹിതമാണത് അല്ല. അയാളുടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് വന്നിരുന്നോ?
ആരെങ്കിലും ഇട്ടിരുന്നോ? ഇല്ല. എന്നിട്ടും ഈ വിനു പി ആർ പറയുന്നത് എന്താ, അയാൾ 20 ലാഖിന് പി ആർ കൊടുത്തിരുന്നു. 20 ലാഖിന് പി ആർ കൊടുത്തെങ്കിൽ അയാൾ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആർക്കും കൊടുക്കാതെ പോയത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞ മറുപടി നല്ല രസമായിട്ടോ. എനിക്കറിയാത്തതുകൊണ്ടാണ്, കാരണം എനിക്കത് കൊടുക്കണം എന്ന് അറിയില്ലായിരുന്നു. കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് നല്ല റീച്ച് കിട്ടിയേനെ. സത്യത്തിൽ എൻ്റെ പേജൊക്കെ ഒന്ന് ഹിറ്റായി. എനിക്ക് ഇപ്പോൾ ഭയങ്കര വിഷമമുണ്ട്, കൊടുത്തിട്ട് പോവായിരുന്നു. പക്ഷേ എനിക്കത് തോന്നിയില്ല, ആ സമയത്ത് തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ തന്നെ. നമുക്ക് തെളിവ് അയാൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും വന്നിരുന്നില്ല, അയാൾ അവിടെ 100 ദിവസം നിൽക്കുന്ന സമയത്ത്. അപ്പോൾ പി ആർ ഉള്ള ആളാണെങ്കിൽ അങ്ങനെ വരുമായിരുന്നു. അവസാനം എല്ലാവരും കൂടി പറയുന്നുണ്ട്, ചേട്ടാ അനീഷ് നിങ്ങൾ ജയിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഞങ്ങൾ ഇതന്നെ ഡിസ്കഷൻ ചെയ്യുമായിരുന്നു. 100 ദിവസവും നിങ്ങളുടെ കാര്യം മാത്രമേ ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിസ്കഷൻ ചെയ്യാറുള്ളായിരുന്നു. പക്ഷേ എന്തായി, നിങ്ങൾ ജയിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന എന്നും അനീഷേട്ടൻ്റെ ഒപ്പമുണ്ട്. അനീഷേട്ടൻ ജയിക്കണം ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. 100 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ലാതായി. അനീഷേട്ടനെ കുറിച്ച് പറയാതെ ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ലാതായി. ഞങ്ങൾ ആകെ ഡെസ്പിലായിപ്പോയി ബിഗ് ബോസ് കഴിഞ്ഞോട് കൂടിയിട്ട് എന്നൊക്കെയാണ് ആ സ്റ്റുഡൻസും അവിടുത്തെ സാറും കൂടി പറയുന്നത് കേട്ടോ. വളരെ നല്ലൊരു ഇൻ്റർവ്യൂ, മാന്യമായ ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന അതേ ഫീലാണ് ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ചെളിവാരി എറിയാനോ ഒന്നും അയാളെ നിൽക്കുന്നില്ല. എനിക്ക് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. എന്ത് മാന്യതയാണ് ആ സംസാരത്തിലും ആ പ്രവൃത്തിയിലും.